എ വിജയരാഘവന്റെ റോഡ് ഷോ ഇപ്പോൾ പാലക്കാട് നഗരത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകളാണ് ഈ എ വിജയരാഘവന്റെ ഈ റോഡ് ഷോയിൽ അനുഗമിച്ച് ഇവിടേക്ക് എത്തുന്നത്. നാട്ടുകാർ ഉൾപ്പെടെ വലിയ രീതിയിൽ ആവേശത്തിൽ ഈ റോഡ് ഷോയെ സ്വീകരിച്ചിരിക്കുകയാണ്. സഖാവേ, അതായത് ഇപ്പോൾ പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിക്കുന്നൊരു കാര്യം, സീനിയർ നേതാക്കളെ ഇറക്കിക്കൊണ്ട് മണ്ഡലങ്ങളെല്ലാം തിരിച്ചു പിടിക്കാമെന്നുള്ളതെല്ലാം ഒരു വ്യാമോഹം മാത്രമാണ് LDFിൻ്റെതെന്നാണ്. ഈ കേരളത്തിലെ രാഷ്ട്രീയ കാലം ഏത് തരത്തിൽ എന്നതാണ് പ്രധാനപ്പെട്ടത്. നമുക്ക് ഇന്ന് ലോകസഭയിൽ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ അംഗങ്ങളുണ്ടാവണം. അത് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമാണ്. ശരിയായ രാഷ്ട്രീയ നിലപാടുകൾ, അത് സാമ്പത്തിക വിഷയത്തിലായാലും മതനിരപേക്ഷതയുടെ വിഷയത്തിലായാലും ചാഞ്ചാട്ടമില്ലാതെ സ്വീകരിക്കുക. ഒരിക്കലും തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ BJPക്ക് ഒരു ബഫർ സോണായി മാറാതിരിക്കുക. അവരുടെ ആവശ്യത്തിന് വേണ്ടി എടുത്തുപയോഗിക്കാവുന്ന ഒന്നാണ് പ്രതിപക്ഷ MP മാർ, കോൺഗ്രസ് MP മാർ എന്ന അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. 32 പേരാണ് ഈ അടുത്ത ദിവസങ്ങളിൽ കോൺഗ്രസ്സുകാർ നേതാക്കന്മാർ, MP മാർ, MLA മാർ, മുൻ മുഖ്യമന്ത്രിമാർ BJPയിലേക്ക് പോയത്. ആ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും ശരിയായ നിലപാട് ഉയർത്തുന്നവർ അവരുടെ പ്രതിനിധികളായിട്ട് പാർലമെൻറ്റിലുണ്ടാവണം. അവർക്ക് ജനകീയ വിഷയങ്ങളിൽ ചാഞ്ചാട്ടം ഉണ്ടാവാൻ പാടില്ല. സാമൂഹ്യ കാര്യങ്ങളിൽ വ്യക്തതയുള്ള കാഴ്ചപ്പാടുണ്ടാവണം. ആ നിലയിലുള്ള കാര്യങ്ങൾ, കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. കേന്ദ്ര അവഗണന അവസാനിപ്പിക്കാനാവണം. അതിനുവേണ്ടി ശബ്ദിക്കാൻ കഴിയുന്നവരെയാണ് CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി നിശ്ചയിച്ചിട്ടുള്ളത്. ആ ചുമതല അവർ നന്നായി നിർവഹിക്കുമെന്ന വിശ്വാസമാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഇപ്പോൾ നിലവിലുള്ള UDF MP മാരുടെ ഒരു പ്രകടനം എങ്ങനെയാണെന്നാണ് അങ്ങ് കാണുന്നത്? അവിടെ കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്ക് നേതൃത്വം നൽകുന്ന, കേരളത്തെ ആവശ്യമായ സഹായങ്ങൾ നൽകാതെ കേരളത്തിൻ്റെ പൊതു സാമ്പത്തിക നിലയെ പിറകോട്ടടിപ്പിക്കാൻ ശ്രമിക്കുന്ന BJPയുടെ എല്ലാ നിലപാടുകൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്ന, പിണറായി വിജയനെ മുഖ്യശത്രുവായി അംഗീകരിച്ച് നരേന്ദ്രമോദിക്ക് പാദസേവ ചെയ്യുന്ന ഒരാൾക്കൂട്ടമായിരുന്നു കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട UDF MP മാർ. BJPക്ക് കേരളത്തിൽ നിന്ന് പ്രാതിനിധ്യമില്ലാത്തതിൻ്റെ കുറവ് അവിടെ നികത്തിയിരുന്നത് ഇവിടെ നിന്ന് ജയിച്ചു പോയ UDF MP മാരായിരുന്നു. ചരിത്രത്തിൽ ജനങ്ങളെ ഇത്രത്തോളം വഞ്ചിച്ച ഒരു വിഭാഗം പാർലമെൻറ്റ് അംഗങ്ങളില്ല. ആ നിലയിൽ കേരളത്തോട് നിഷേധാത്മക സമീപനം സ്വീകരിച്ച ആ കോൺഗ്രസിൻ്റെ UDFിൻ്റെ MP മാരെ ജനങ്ങൾ വിലയിരുത്തി കൃത്യമായി അവർക്കെതിരായ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കാൻ പോവുകയാണ്. സിറ്റിംഗ് MP മാരെ മത്സരിപ്പിക്കുന്ന കോൺഗ്രസ് നിലപാടിനോട് കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു ജനവിധി നമുക്ക് കാണാൻ സാധിക്കും. വീഡിയോ ജേർണലിസ്റ്റ് വിനയരാജനൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.